ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സാറാസ് നെസ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഏത്തക്കയൊക്കെ എടുത്ത് വെച്ചത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഇന്ന് ഏത്തക്കയപ്പം ഇട്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ഏത്തക്കയപ്പമാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഏത്തക്ക ഇതാ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഏത്തക്ക നമുക്കൊരു 3-4 സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് കട്ടിയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലും തിന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് ഏത്തക്ക സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഏത്തക്കയപ്പത്തിന് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ സ്പെഷ്യലായിട്ട് ചേർക്കാൻ പോകുന്നത് മുട്ടയാണ് കേട്ടോ. അതാ ഒരു മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ. ഇങ്ങനെ മുട്ട ചേർത്ത് ഉണ്ടാക്കുന്ന ഏത്തയ്ക്ക നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും കേട്ടോ. വല്ലാത്തൊരു ടേസ്റ്റാണ്. മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി മുട്ടയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ എടുത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചധികം ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ടാക്കാം കേട്ടോ. മുട്ടയുടെ മണം ഉണ്ടാവില്ല, പക്ഷേ എന്നാലും ചിലർക്ക് മുട്ടയുടെ തീരെ പിടിക്കാത്തവരുണ്ടാവുമല്ലോ, മുട്ടയുടെ സ്മെല്ലൊന്നും. അങ്ങനെയുള്ളവർക്ക് കുറച്ചധികം ഏലക്കപ്പൊടി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഏത്തയ്ക്ക മുക്കി പൊരിക്കാനുള്ള ആ ഒരു ബാറ്റർ തയ്യാറാക്കാനായിട്ട് പോകാം കേട്ടോ. മൈദ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു നുള്ളുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരല്പം കട്ടി ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഏത്തയ്ക്ക മൈദയിൽ മുക്കിയിട്ട് അങ്ങിട്ട് കൊടുത്താൽ മതി കേട്ടോ. ബാക്കിയൊക്കെ സാധാരണ പോലെ തന്നെ. ഇങ്ങനെ മുട്ട ചേർത്തിട്ട് നമ്മൾ ഈ ഒരു മൈദയുടെ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ ഏത്തക്കയപ്പം ഒന്നുകൂടെ ഒന്ന് ഫ്ലഫി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പോരാതെ തന്നെ നമ്മുടെ ഏത്തക്കയപ്പത്തിൻ്റെ ആ പുറം ഭാഗം ഉണ്ടല്ലോ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ലപോലെ ചൂടായിരിക്കുന്ന എണ്ണയിലിട്ട് നമ്മൾ ഏത്തക്ക ഇട്ട് കൊടുക്കുക. ഉടനെ തന്നെ തീയൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ രണ്ട് സൈഡും സാധാ പോലെ രണ്ട് സൈഡും മൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തക്കയപ്പം റെഡി ആക്കിയിട്ട് കേട്ടോ. ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഏത്തക്കയും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഏത്തക്കയപ്പം ഉണ്ടെങ്കിൽ നമ്മൾക്ക് കുശാലായിൽ മലയാളികൾക്ക് ഏത്തക്കയപ്പം ഒട്ടുമിക്ക എല്ലാവർക്കും ഏത്തക്കയപ്പം ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ഏത്തക്കയപ്പം ഇഷ്ടമുള്ളവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതുപോലെ മുട്ട ചേർത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നല്ല ബീഫ് കറിയുടെ കൂടെ ഏത്തക്കയപ്പം കഴിച്ചിട്ടുള്ളവരാണോ നിങ്ങൾ? ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഏത്തക്കയപ്പവും ബീഫ് കറിയും നമ്മുടെ അലുവയും മത്തക്കറിയും ഒക്കെ പോലെ ആയിരിക്കില്ലേ. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ധാരണയൊക്കെ മാറി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഏത്തക്കയപ്പം ബീഫ് കറിയുമായിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കിയുള്ള ഏത്തക്കയപ്പം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ.